ഈസ്റ്ററും ചെറിയ പെരുന്നാളും പിറകെ തന്നെ വിഷുമിങ്ങെത്തിയെങ്കിലും നിത്യോപയോഗ സാധനങ്ങൾ വിലക്കുറവിൽ ലഭിക്കുന്ന സർക്കാരിന്റെ സബ്സിഡി ചന്തകൾ ഇത്തവണ ഉണ്ടാകില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി ലഭിക്കില്ല എന്നതാണ് ചന്തകൾ നടത്താതിരിക്കുന്നതിന് കാരണമായി അധികൃതർ നൽകുന്ന ഔദ്യോഗിക വിശദീകരണം. നിലവിലെ വിലക്കയറ്റത്തിൽ സാധാരണക്കാർക്ക് കുറച്ചെങ്കിലും ആശ്വാസമേകുന്ന സർക്കാരിന്റെ സബ്സിഡി ചന്തകളാണ് ഇല്ലാതായത്. കൺസ്യൂമർ ഫെഡ് മുഖേന പലതരത്തിലുള്ള ചന്തകളാണ് സർക്കാർ ഈ കാലയളവിൽ നടപ്പാക്കാറുള്ളത്. ഇതിലൂടെ നിത്യോപയോഗ സാധനങ്ങൾ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ സബ്സിഡി നിരക്കിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമായിരുന്നു. 13 ഇനം സാധനങ്ങൾ പൊതുവിപണിയേക്കാൾ ഏകദേശം 30% വിലക്കുറവിലാണ് ലഭിച്ചിരുന്നത്. പൊതുവിപണിയിലെ വിലക്കയറ്റം പരിധിവരെ പിടിച്ചു നിർത്തുന്നതിൽ വലിയ പങ്കാണ് ഈ ചന്തകൾ വഹിച്ചിരുന്നത്. ഹോർട്ടികോർപ്പുമായി സഹകരണ സംഘങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ ശേഖരിച്ചും പച്ചക്കറി ചന്തകളും നടത്തിയിരുന്നു. എന്നാൽ ഇത്തവണ ഒരു കേന്ദ്രത്തിലും ചന്തകൾ തുറക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി ലഭിക്കുന്നില്ല എന്നതാണ് ചന്തകൾ നടത്താനിരിക്കുന്നതിന് കാരണമായി അധികൃതർ നൽകുന്ന ഔദ്യോഗിക വിശദീകരണം. നിലവിൽ സപ്ലൈകോ സ്റ്റോറുകൾ നടത്തിക്കൊണ്ടുപോകുന്നതിനു തന്നെ വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി പരുങ്ങലിലായതാണ് പ്രധാന കാരണം. പല സ്റ്റോറുകളിലും സബ്സിഡി സാധനങ്ങൾ ലഭിക്കുന്നില്ലെന്ന പരാതിയും പതിവായി. കുടിശ്ശിക നൽകാത്തതിനാൽ സാധനങ്ങൾ നൽകാൻ വിസമ്മതിക്കുകയാണ് വിതരണക്കാർ. ഇതിനാൽ സബ്സിഡി സാധനങ്ങൾ പലതും ഇല്ലാതെയാണ് മാവേലി സ്റ്റോറുകൾ മുന്നോട്ടു പോകുന്നത്. ഈ അവസ്ഥയിൽ ഈസ്റ്റർ, റമദാൻ, വിഷു ചന്തകൾ കൂടുതൽ ഭാരമാകുമെന്ന കണക്കുകൂട്ടലിലാണ് തെരഞ്ഞെടുപ്പിന്റെ കാര്യം ചൂണ്ടിക്കാട്ടി ചന്തകൾ സംഘടിപ്പിക്കുന്നതിൽ നിന്ന് സർക്കാർ പിൻവാങ്ങുന്നതെന്നാണ് കരുതുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.